ടെക്നിക്ക് വളരെ സിമ്പിളാണ്. ഗൂഗിളിൽ പോവുക, കാംബ്രിഡ്ജ് ഡിക്ഷണറി അടിക്കുക, കാംബ്രിഡ്ജ് ഡിക്ഷണറിൻ്റെ ഓൺലൈൻ വെബ്സൈറ്റിൽ പോവുക. ഗ്രാമറിലുള്ള സെക്ഷനിൽ പോയാൽ എൻ്റയർ ഇംഗ്ലീഷ് ഗ്രാമർ സ്ട്രക്ചേർഡ് ആയിട്ട് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസിക് ടെൻസ് മുതൽ ടൈം ആൻഡ് ഫ്രേസ്, പ്രൊപ്പോസിഷൻസ്, കണ്ടീഷൻസ് എല്ലാം ഉണ്ട്. ഇംഗ്ലീഷ് പഠനത്തിനുള്ള 4 ഏരിയാസാണ് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്. ഇത് ലിസണിങ് സ്പീക്കിംഗ് എടുത്തു നോക്കിയാൽ അതിൽ പ്രത്യേകം ഗ്രാമർ സ്റ്റഡീൻ്റെ ആവശ്യമില്ല. ഇവൻ നാറ്റീവ് സ്പീക്കേഴ്സ് വരെ അവരുടെ ഗ്രാമറിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വരുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി ഓക്കെയാണ്. കാരണം നമ്മൾ പറയുന്ന കാര്യം മറ്റാൾക്ക് മനസ്സിലാവുക, മറ്റാൾ പറയുന്ന കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലിസണിങ്ങും സ്പീക്കിങ്ങും ഓക്കെയാണ്. അതിന് ഏറ്റവും നല്ല മെത്തേഡാണ് ഓൺലൈനായിട്ട് നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിൽ ആക്ഷൻസും ഇമേജസും സൗണ്ടും ഫില്ല് ചെയ്തിട്ടുള്ള കണ്ടൻറ്റുകൾ എടുത്ത് കണ്ടിട്ട് നിരന്തരം കണ്ട് അതിലെ സൗണ്ടും ഇമേജസും കണക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളത്. ലിസണിങ് പഠിച്ചാൽ പിന്നെ സ്പീക്കിംഗ് ഈസിയാവും. അതാണ് അതിനുള്ള മെത്തേഡ്. റീഡിങ് സ്കിൽ, റൈറ്റിംഗ് സ്കിൽ, ഈ 2 ഏരിയയിൽ നമുക്ക് പ്രൊഫിഷ്യൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് ജോബ് ലാൻഡ് ചെയ്യണം. ജോബ് ലാൻഡ് ചെയ്യുമ്പോൾ ഇമെയിൽ റൈറ്റ് ചെയ്യേണ്ടി വരും, ഇമെയിൽ റീഡ് ചെയ്യേണ്ടി വരും, ഡോക്യുമെൻ്റ് റീഡ് ചെയ്യേണ്ടി വരും, ഡോക്യുമെൻ്റ് റൈറ്റ് ചെയ്യേണ്ടി വരും, മറ്റുള്ളൊരു അയച്ച ചാറ്റ് മെസ്സേജ് വായിക്കേണ്ടി വരും, അവർക്ക് ക്വിക്കായിട്ട് മെസ്സേജ് അയക്കേണ്ടി വരും. അങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻസ് ജോബ് ലാൻഡ് ചെയ്താലുണ്ടാവും. അല്ലെങ്കിൽ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഏതെങ്കിലും ഒരു എൻവയൺമെൻറ്റിൽ നമ്മൾ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സ്കില്ലാണ്. ഈ സ്കില്ല് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഗ്രാമർ സൂപ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഏതൊരു കമ്മ്യൂണിക്കേഷൻ റെക്കോർഡിക്കലാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള മിസ്റ്റേക്ക് വളരെ ഗുരുതരമായിട്ടും ബാധിക്കും. നമ്മളെ ക്രെഡിബിലിറ്റിനെ ബാധിക്കും, അവർ വായിക്കുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ അതിനെ ബാധിക്കും. മൊത്തത്തിൽ പ്രശ്നമാണ് ഗ്രാമർ അറിയില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഗ്രാമർ സൂപ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റീഡിങ് സ്കില്ല് പഠിക്കണം, റൈറ്റിംഗ് സ്കില്ല് പഠിക്കണം, ഗ്രാമറും പഠിക്കണം. ഈ 3 സ്കില്ലും ആ ടൈമിലുള്ള എങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ടെക്നിക്ക് വളരെ സിമ്പിളാണ്. ഗൂഗിളിൽ പോവുക, കാംബ്രിഡ്ജ് ഡിക്ഷണറി അടിക്കുക, കാംബ്രിഡ്ജ് ഡിക്ഷണറിൻ്റെ ഓൺലൈൻ വെബ്സൈറ്റിൽ പോവുക. ഗ്രാമർ എന്നുള്ള സെഷൻ ഉണ്ട്, ഗ്രാമറുള്ള സെഷൻ പോവുക. ഗ്രാമറിലുള്ള സെക്ഷനിൽ പോയാൽ എൻ്റയർ ഇംഗ്ലീഷ് ഗ്രാമർ സ്ട്രക്ചേർഡ് ആയിട്ട് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസിക് ടെൻസ് മുതൽ ടൈം ആൻഡ് ഫ്രേസ്, പ്രൊപ്പോസിഷൻസ്, കണ്ടീഷൻസ് എല്ലാം ഉണ്ട്. എല്ലാ കൺസെപ്റ്റും എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ കൂടെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് അവിടെ. ഏതൊരു കാര്യം എക്സാമ്പിൾസിലൂടെ പഠിക്കുന്നതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യം. കാരണം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു ഐഡിയ ഒരു ഫ്രേസിലേക്ക് എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് എന്നുള്ള എക്സാമ്പിൾ സഹിതം മനസ്സിലാക്കുമ്പോൾ എൻ്റെ ഫ്രേസ് ഈ ഐഡിയക്ക് എന്നുള്ള രീതിയിൽ ബ്രെയിനിൽ പ്രിൻ്റ് ചെയ്ത് വെക്കുമ്പോൾ എഫക്റ്റീവായിട്ട് എൻ്റെ ഫ്രേസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും അത് സിറ്റുവേഷൻ വരുമ്പോൾ. അപ്പോൾ എക്സാമ്പിളിലൂടെ പഠിക്കുന്നത് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആ എക്സാമ്പിൾ വായിക്കുക, ഒരു ഗ്രാമർ കൺസെപ്റ്റ് പഠിക്കുക, ബേസിക് ടെൻസ് പഠിച്ചു, സിമ്പിൾ പ്രസൻറ്റിൻ്റെ താഴത്തുള്ള കുറച്ച് എക്സാമ്പിൾസ് വായിച്ചു വെക്കുക. ഫസ്റ്റത്തെ എക്സാമ്പിൾ വായിച്ചു, ആ വായിച്ച എക്സാമ്പിൾ വായിച്ചതിൻ്റെ ശേഷം മനസ്സിലാക്കുക ഇതിൽ സിമ്പിൾ പ്രസൻറ്റ് ആയിട്ടുള്ള വെർബിൻ്റെ സിമ്പിൾ പ്രസൻറ്റ് ഫോം എവിടെ ഉപയോഗിച്ചു എന്നുള്ളത് മനസ്സിലാക്കുക, എൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കുക, എൻ്റെ സെൻറ്റൻസ് മനസ്സിലാക്കുക. അതിനുശേഷം ആ എക്സാമ്പിൾ മറച്ചു വെക്കുക, അല്ലെങ്കിൽ ആ ടാബ് മിനിമൈസ് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു ബുക്ക് എടുത്തിട്ട് എക്സാമ്പിൾസ് നമ്മളെ മനസ്സിൽ നിന്ന് എടുത്തിട്ട് റൈറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ റീഡ് ചെയ്തു, നമ്മൾ ഗ്രാമർ അതിൻ്റെ മനസ്സിലാക്കി, അത് റൈറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ മൈൻഡിൽ നിന്ന് എടുത്തിട്ട് വേണം ഇത് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. റൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് റീഡ് ചെയ്ത് നോക്കുക എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോയെന്ന്. ഒബ്വിയസ്ലി മിസ്റ്റേക്ക് ഒന്നും കാണില്ല. പക്ഷേ കാംബ്രിഡ്ജ് ഡിക്ഷണറിൻ്റെ ഓൺലൈൻ വെബ്സൈറ്റ് വീണ്ടും ഓപ്പൺ ആക്കിയിട്ട് ഈ കറക്റ്റ് ഫ്രേസിങ്ങിനായിട്ട് ഒന്നുകൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചെറിയ ചെറിയ മൈനർ മിസ്റ്റേക്കുകൾ കാണാൻ പറ്റും. ചിലപ്പം വെർബിൻ്റെ എസ് ഫോം ചേർക്കുന്നതിന് പകരം വെർബിൻ്റെ എസ് ഫോം ചേർത്തിട്ടുണ്ടാവില്ല. അങ്ങനത്തെ മൈനർ മിസ്റ്റേക്ക് മനസ്സിലാക്കുക, എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയെന്നുള്ളത് മനസ്സിലാക്കുക. മനസ്സിലാക്കിയിട്ട് വീണ്ടും ഇത് ക്രോസ് ചെയ്തിട്ട് ഇത് അടച്ചു വെച്ചതിൻ്റെ ശേഷം ഒന്നും കൂടി എഴുതുക. അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ മിസ്റ്റേക്ക് ചെയ്തു, ആ മിസ്റ്റേക്ക് നമുക്ക് മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ചെയ്തപ്പോൾ വീണ്ടും അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ആ മിസ്റ്റേക്ക് വന്നതും മനസ്സിലായി. ഇനി ആ മിസ്റ്റേക്ക് വരാതിരിക്കാനുള്ള ടെക്നിക്കും എവിടെയാണ് തെറ്റ് പറ്റിയെന്നെല്ലാം മനസ്സിലാക്കുകയാണ്. അങ്ങനെ മനസ്സിലാക്കിയിട്ട് വീണ്ടും എഴുതിയിട്ട് വീണ്ടും എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഗ്രാമർ മിസ്റ്റേക്ക് വന്നാൽ വീണ്ടും ആ ഒരു റെഫറൻസിലേക്ക് പോകും, വീണ്ടും തെറ്റ് മനസ്സിലാക്കും, വീണ്ടും എഴുതും. അങ്ങനെ എപ്പോഴാണ് ആ ചെറിയ ഫ്രേസ് നമ്മൾ സക്സസ്ഫുള്ളി കറക്റ്റായിട്ട് എഴുതുന്നത് ആ നിമിഷത്തിൽ അടുത്ത എക്സാമ്പിളിലേക്ക് പോകും. അങ്ങനെ ഒരു ദിവസം മാക്സിമം പറ്റുന്നത്ര എക്സാമ്പിൾസ് ചെയ്യാൻ നോക്കുക. ഒരു ഹാബിറ്റ് ഉണ്ടാക്കാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ മിനിമം 2 എക്സാമ്പിൾ ഡെയിലി ചെയ്യുക. മാക്സിമം എത്രയും പോവാം, മിനിമം 2 സെറ്റ് ചെയ്യുക. അങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഒരു ഹാബിറ്റാക്കി മാറ്റിയാൽ ഉറപ്പായിട്ടും റീഡിങ് സ്കില്ലും ഗ്രാമറും റൈറ്റിംഗ് സ്കില്ലും ഒരേ സമയത്തിനുള്ളിൽ പഠിച്ചെടുക്കാൻ കഴിയും. വളരെ എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ്. എഴുതാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് എഴുതണം. ആ ഒരുപാട് എഴുതുന്നത് ഇതിൽ പോകും. അങ്ങനെ എഫക്റ്റീവായിട്ട് ആ 20 മിനിറ്റിനുള്ളിൽ മൾട്ടിപ്പിൾ സ്കിൽസ് പഠിച്ചെടുക്കാൻ നമുക്ക് കഴിയും. ഈ ടെക്നിക്ക് വളരെ യൂസ്ഫുള്ളാണ്, ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സീ യു ടുമോറോ.